മാഷേ, വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയാറുണ്ട്. നമ്മളിപ്പോൾ ഗൃഹസന്ദർശനം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കാറും ഒരു ആയുധമാക്കാം. ഇത് മോദി വളരെ നയതന്ത്രപരമായി വളരെ എത്തിച്ച ഒരു കാര്യമാണ്. വളരെ ഹൈ സെക്യൂരിറ്റിയുള്ള കാറ് റഷ്യയിൽ നിന്ന് വിമാനത്തിൽ കൊണ്ടുവന്നത്, അതിൽ വന്ന പുട്ടിനെ സ്വന്തം കാറിൽ ആനയിച്ചുകൊണ്ട് തൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് തങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുപോലെ ശബരിമലയിൽ വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് മറ്റാരെയും അങ്ങനെ കയറ്റാത്ത പിണറായി വലിയൊരു ലക്ഷ്യം മനസ്സിൽ കാണുന്നില്ല. ഒരു ലക്ഷ്യമില്ല ആ യാത്രയ്ക്കൊരു ലക്ഷ്യം. ആ ലക്ഷ്യം എന്താണ്? ഇത് വളരെ രസകരമെന്ന് തോന്നുമെങ്കിലും ഒരുപക്ഷെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇത് തമ്മിൽ ഒന്ന് കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് മോദിയുടെ കാറിൽ പുടിൻ കയറുകയാണ്. അപ്പോൾ അത് നൽകുന്നൊരു സന്ദേശമുണ്ട്, ലോകത്തോട് പറയുന്നൊരു സന്ദേശമുണ്ട്. ഇത്രയും സുരക്ഷിതമായി എനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാൾ മോദിയാണ്, മോദിയുടെ വാഹനമാണ്. ഇന്ത്യ ഇനി കേൾക്കപ്പെടേണ്ട ശക്തിയാണ്, കേൾക്കേണ്ട ശക്തിയുമാണ്. ഒരു സന്ദേശമാണ് ആ പോയത്. മറ്റ് പലയിടങ്ങളിലും സ്വന്തം വിമാനം, എല്ലാ സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും അവർ നേരെ ആണ് വന്നിറങ്ങുന്നത് പുടിൻ. അപ്പോൾ അതിൽ ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരാൾ പോലും ഇന്ത്യയിലുള്ള വിശ്വാസം, ഒരു നേതാവിലുള്ള വിശ്വാസം ആണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതൊക്കെ ആകാം, പക്ഷേ വീണ്ടും അതുമായി നമുക്ക് നേരെ വന്ന് ശബരിമല പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് പിണറായി വിജയൻ നടന്നു പോകുന്ന സമയത്ത് ആർക്കെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വലിക്കാനോ അദ്ദേഹത്തെ തൊടാനോ ഉള്ള ഒരു ധൈര്യമൊന്നും പലർക്കും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഒരുപക്ഷെ അദ്ദേഹം കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റി കൊണ്ടുപോവാണ്. അത് പിന്നെ വലിയ വിവാദങ്ങളൊക്കെ വഴിവെച്ചു. ഒരു വിവാദത്തിൻ്റെയും കാര്യമില്ല. ഒരു വിവാദത്തിന് ആർക്കും അദ്ദേഹം നിർത്തിയാൽ ഇദ്ദേഹത്തിന് കയറാൻ മനസ്സുണ്ടെങ്കിൽ കയറാം. അതൊരു ആ സാമീപ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് പരസ്പരം കൈമാറാം. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതൊന്നും ഒരു അനർത്ഥവും കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ഒരർത്ഥത്തിൽ കേരളത്തിനുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വീണ്ടും ചർച്ചയായത്, ഒരുപാട് ചർച്ചയായല്ലോ. അതായത് പിന്നീട് വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പും അതിന് ശേഷവും നമ്മൾ കുറച്ച് പിന്നോട്ട് ഇറങ്ങുക, പിന്നെ ഇങ്ങോട്ട് വരിക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായ നേതാവിൻ്റെ മലപ്പുറം പ്രസ്താവനകൾ ആദ്യം വളരെ ഗാംഭീര്യത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു. ഏറെ എതിർപ്പുകളുണ്ടായി, കുലുങ്ങിയില്ല, മാപ്പ് പറഞ്ഞില്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. എതിർപ്പുകൾ കൂടി വരുന്നു, ഒപ്പം പിന്തുണയും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ എവിടെയോ ഒക്കെ ചില മാറ്റങ്ങൾ നേരത്തെ തന്നെ അതിനുള്ള അടിത്തറ ഉണ്ടാക്കിയിട്ട് ഒരു സ്ക്രിപ്റ്റാണോ എന്ന് പോലും സംശയമുണ്ട്. അവിടെ ഒരു സ്ക്രിപ്റ്റാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം വെള്ളാപ്പള്ളിയുടെ ആ പ്രസ്താവനയെ പിന്നീട് CPM-ലെ ചിലരേറ്റ് പിടിച്ചു. അത്രയും കഠിനകടകരമായിട്ടൊന്നും പറയാൻ ഉള്ള രാഷ്ട്രീയക്കാരായിട്ട് അത് പറയാൻ സാധ്യമല്ല. പക്ഷേ ഈ തലങ്ങും വിലങ്ങും ഇട്ടടിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്ക് അത് നോക്കേണ്ട യാതൊരു കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് അപ്പഴേ സത്യമായിരിക്കാം, ചിലപ്പോൾ അത് അതിൽ കഴമ്പില്ലായിരിക്കാം. പക്ഷേ അത്രയും കഠിനമായിട്ട് പൊളിറ്റീഷ്യൻസ് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും AK ബാലൻ പറഞ്ഞു, ആ പ്രസ്ഥാന വിവാദമായി, UDF ഭരണത്തിൽ വന്നാൽ എന്ന് പറഞ്ഞിട്ട് ആഭ്യന്തരം കൈകാര്യക്കുന്നത് ഇവരായിരിക്കും, ജമാഅത്തെ ആയിരിക്കും എന്നല്ല, അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. വീണ്ടും ഇന്നലെകളിൽ മെനഞ്ഞാന്ന് കണ്ട് നമ്മുടെ സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവന പിൻവലിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞു, എല്ലാവരും കഴിഞ്ഞു, വിവാദമായി, നാട്ടുകാരെല്ലാം അറിഞ്ഞ ശേഷം പറഞ്ഞു എന്നാൽ പിന്നെ മാപ്പ് വന്നു. സ്ഥിരം പരിപാടി. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വോട്ടുകൾ, എന്നിട്ട് സുകുമാരൻ ചേട്ടൻ ഒപ്പം കൂടി സതീശനെ എടുത്തിട്ട് അലക്കുകയാണ്. അപ്പോൾ സതീശന് ഏതാണ്ടൊക്കെ തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തീരുമാനമായിട്ടുണ്ട് അതിനകത്ത്. വെള്ളം കോരിയൊക്കെ വെറുതെ ആകാനുള്ള സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. അവിടെ തീർപ്പ് കൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പിണറായി സർക്കാർ വരാനുള്ള ഇടതുപക്ഷ സർക്കാർ സതീശന് വീരാളിപ്പെട്ട് ആണ്. പക്ഷേ ഇതിലും വലുതായിട്ട് വെള്ളം കോരി കഷ്ടപ്പെട്ട് നിന്ന ഒരാളാണ് ചെന്നിത്തല കഴിഞ്ഞവർ. സ്പ്രിംഗ്ലർ അത് ഇത് ചപ്പ് ചവർന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചാടി ഒരു 7 എണ്ണം ഞാൻ പറഞ്ഞില്ലേ എല്ലാം എന്ത് പറ്റി? ഒടുവിൽ
പിന്നെ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വരുന്നു, ഒന്നുമല്ലാതെയായി, അതിനൊന്നും ഒരു അർത്ഥമില്ലാതെ. പക്ഷേ സതീശൻ എന്ന് പറയുന്ന ആൾ ഇത് വലിയ വലിയ കമ്പനികളുടെ അഴിമതിയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ പക്ഷേ അത് സാധാരണക്കാരനാകുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല. അവൻ അന്നത്തെ ആഹാരവും അന്നത്തെ ജീവിതം കഴിച്ചു പോകുന്ന കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് സതീശൻ കുറച്ച് കൂടുതൽ ജനിതല മുകളിലേക്ക് വെച്ച് പിടിച്ചപ്പോൾ സതീശൻ കുറച്ചുകൂടി മനസ്സിലായി ഇദ്ദേഹം ആ കളി കളിച്ചിട്ട് കാര്യമില്ല, കുറച്ചുകൂടി ലെവൽ താഴ്ന്നിറങ്ങിയാലേ കാര്യമുള്ളൂ എന്ന് വെച്ചിട്ട് പിണറായിയെ വെല്ലുവിളിക്കുക. സാധാരണ ജനങ്ങൾ സിനിമാ നടന്മാർ ഈ നായകനും പ്രതിനായകനും തമ്മിൽ വെല്ലുവിളിക്കും പോലെ പിണറായിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇയാൾ കൈകൊണ്ടി പറയുന്നു, ഞാൻ പേടിച്ചെന്ന് പോയി പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞ് പിണറായിക്ക് തുല്യമായി നിന്ന് ഇദ്ദേഹം കോൺഗ്രസിലെ പിണറായിയാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിച്ച് ഇയാൾ പോരാടാൻ ഇയാളെ തന്നെ പിടിക്കണമെന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പ് അദ്ദേഹം നിർമ്മിച്ചെടുത്തു. പക്ഷെ അതെല്ലാം ആകുന്ന ഒരു പക്ഷേ അതൊന്നും ഇതിലൊന്നും അർത്ഥമില്ലാതായി പോകും. അതിന് പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കലാണ് ഈ കാറ്. നമ്മൾ മറ്റേതവിടെ പറഞ്ഞത് ലോകത്തിന് കൊടുത്തൊരു സന്ദേശം എന്നുള്ള തരത്തിലാണ് ഞാനത് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ് എടുക്കേണ്ടതെന്നാണ് എൻ്റെ എപ്പോഴത്തെ അഭിപ്രായം. കാരണം പുട്ടിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് മോദിയോടൊപ്പം സഞ്ചരിക്കുക, കാണുക, ലോകം ഇത് കാണുകയല്ലേന്നേ. അപ്പോൾ ഇത് ഇന്ത്യയുടെ പിന്നെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് രാജ്യം എന്നുള്ള നിലയിൽ, നേതാവ് എന്നുള്ള നിലയിൽ മോദിയുടേത് ഒക്കെ അത് ആ സാമീപ്യം, അടുപ്പം കൂടുതലാണ് കാണിക്കുന്നത്. ഇവിടെയും ആ അടുപ്പ കൂടുതൽ കൊണ്ട് അത് തന്നെയാണ്. ആ അടുപ്പ കൂടുതൽ എങ്ങനെ രാഷ്ട്രീയമാക്കി മാറ്റാം, ഇരു കൂട്ടർക്കും ഉപയോഗപ്രദമാക്കി മാറ്റാം എന്ന ഒരു ചർച്ച മുൻപ് നടന്നു കാണാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നിരിക്കുന്നത് ഉണ്ടാകുന്നത്. അങ്ങനെ അല്ല എങ്കിൽ പിന്നീട് വന്ന പ്രസ്താവനകളെ നമ്മൾ ഇതുമായി കൂട്ടി വായിച്ചാൽ ഇത് അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ചുരുക്കത്തിൽ ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സർവേ വരുമ്പോൾ പോലും വലിയ ചാഞ്ചാട്ടം ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരും ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാലും സുകുമാരൻ നായർ പറഞ്ഞാലും ഒന്നും നായന്മാരും ഇഴവന്മാരും ഒന്നും അങ്ങനെ കേൾക്കില്ല. പക്ഷെ കേൾക്കുന്നവരുണ്ട്. അത്രയും വോട്ട് കിട്ടിയാൽ മതിയെന്നേ. അതെ, ഇപ്പോൾ നിങ്ങൾ 100 പേരുണ്ടെങ്കിൽ 100 പേരും വോട്ട് ചെയ്യണമെന്നില്ല. സുകുമാരൻ നായർ പറഞ്ഞാൽ 100 പേരാണ് വോട്ട് ചെയ്യണമെന്നില്ല. അല്ല 60 ചെയ്യില്ലായിരിക്കാം, 70 ചെയ്യില്ലായിരിക്കാം, ബാക്കി 30 മതിയെന്നേ. ബാക്കിയുള്ളവർക്ക് വോട്ട് ബേസ് ഉണ്ട്. ആ 30 മതി. ആ 30 പിടിക്കാൻ ഒരു പക്ഷേ അവർക്ക് സാധിച്ചെന്ന് വരാം. അത് NSSന് സാധിച്ചെന്ന് വരാം, പിന്നെ SNDP മേധാവികൾക്കും സാധിച്ചെന്ന് വരാം. കനലൊരു തരി മതി. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല ഇലക്ഷൻ എഞ്ചിനീയർ, നമ്മളീ പറഞ്ഞ പോലെ കനകോലു അത് ഇതെന്നൊക്കെ പറഞ്ഞ വലിയ ഇലക്ഷൻ എഞ്ചിനീയർ. ഇവിടെ പിണറായി വിജയന് കാര്യങ്ങളൊക്കെ അറിയാം. ഭംഗിയായിട്ട് ഇലക്ഷൻ എങ്ങനെ ജയിക്കണമെന്ന് അദ്ദേഹത്തിന് ഇത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളല്ലേ. അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങൾ. അവസാന മാസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ടാണല്ലോ 10-25 വർഷങ്ങളായിട്ടും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പിന്നീട് സർക്കാരിലേക്ക് മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹം അനിശ്ചിത നേതാവ് തുടരുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ. ചുരുക്കത്തിൽ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയ സന്ദേശം കാറിനുള്ളിൽ കയറ്റി അവർ ചുമ്മാ ഇത് പൊട്ടിച്ചിരിച്ചാണ് ചിലപ്പോൾ. കാരണം അതിനകത്ത് എന്തായിരിക്കും പറഞ്ഞു കാണുക പറഞ്ഞ് വലിയ ചർച്ചകളാണ് അവിടെ. പക്ഷെ അവർ പരസ്യമായി അവർക്ക് എന്തെങ്കിലും വളരെ അതീവ രഹസ്യമായി പറയാനുണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്ക് കണ്ടുകൂടെ അവർക്ക്. ഇപ്പോൾ സുകുമാരൻ നായർ പിണറായി വിജയനെ കാണുന്നതും പിണറായി വിജയൻ സുകുമാരൻ നായരെ കാണുന്നതും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായർ കാണുന്നതും വെള്ളാപ്പള്ളിയും പിണറായി വിജയൻ അവർക്ക് എപ്പോഴും വന്ന് മുഖ്യമന്ത്രിയെ കാണാം, മുഖ്യമന്ത്രിക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങാം, ഒക്കെ ചെയ്യാം, അവരുടെ ആസ്ഥാനങ്ങൾ ഇറങ്ങാം, ആരും അറിയില്ല. ചിലപ്പോൾ ചർച്ച വന്നിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനല്ല. 4 പേര് കാണുക ഇത് ഞങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റിൽ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ ഇമ്പാക്റ്റാണ് വാസ്തവത്തിൽ ഇവിടെ അതൊരു രാഷ്ട്രീയമാണ്, പുതിയ രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ടൂളുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ സന്ദേശം വായിച്ചെടുക്കാൻ പക്ഷേ നമ്മുടെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. ഇവർ കയറിയതിനെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇതിൽ വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയം ഉണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഇത് പറഞ്ഞത്. ഇനി തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.